പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. ബിജെപിക്ക് ഇത്തവണ മൂന്നാം ഊഴമാണ്. കേരളത്തിലുൾപ്പെടെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി വോട്ട് നേടാനാണ് ബിജെപി ശ്രമിക്കുന്നത്. വാരണാസിയിൽ നിന്നാണ് നരേന്ദ്രമോദി മത്സരിക്കുന്നത്. വാരണാസിയിൽ നിന്നും നരേന്ദ്രമോദി മത്സരിക്കുന്നതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 14-ാം തീയതി വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 13-ന് മണ്ഡലത്തിൽ കൂറ്റൻ റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജൂൺ 1-ന് വോട്ടെടുപ്പ് നടക്കുന്ന വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമാണ് 14-ാം തീയതി. ഞായറാഴ്ച അയോധ്യയിൽ മോദിയുടെ റോഡ് ഷോ നടക്കും. രാമക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷമായിരിക്കും റോഡ് ഷോ. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം മോദിയുടെ ആദ്യ അയോധ്യ സന്ദർശനം കൂടിയാണിത്. തുടർച്ചയായി മൂന്നാം തവണയാണ് മോദി വാരണാസിയിൽ ജനവിധി തേടുന്നത്. 2014-ൽ ആദ്യമായി വാരണാസിയിൽ മത്സരിച്ചപ്പോൾ 3.71 ലക്ഷം വോട്ടുകൾക്ക് AAP-യുടെ അരവിന്ദ് കെജ്രിവാളിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. 2019-ൽ 4.79 ലക്ഷമാക്കി ഭൂരിപക്ഷം ഉയർത്തി. SP-യുടെ ശാലിനി യാദവും കോൺഗ്രസിന്റെ അജയ് റായിയുമായിരുന്നു എതിരാളികൾ. ഇത്തവണ 13-ന് മോദി മണ്ഡലത്തിലെത്തും. 2019-ൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായി നടത്തിയ റോഡ് ഷോ കടന്നുപോയ ഇടങ്ങളിലൂടെയായിരിക്കും ഇത്തവണയും റോഡ് ഷോ കടന്നുപോകുന്നത്. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയുടെ പ്രതിമയിൽ അദ്ദേഹം ഹാരാർപ്പണം നടത്തും. 14-ന് രാവിലെ കാശി വിശ്വനാഥ കാലഭൈരവ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനും നരേന്ദ്രമോദി പദ്ധതിയിട്ടിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും പത്രിക സമർപ്പണം. 2019-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ 4,79,505 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രധാനമന്ത്രി വൻ വിജയം നേടിയത്. പ്രധാനമന്ത്രി മോദി 6,74,664 വോട്ടുകൾ നേടിയപ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത എതിരാളിയായ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി ശാലിനി യാദവ് 1,95,159 വോട്ടുകൾ നേടി. 2014-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ 3.37 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പ്രധാനമന്ത്രി മോദി വിജയം ഉറപ്പിച്ചു. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തി. അതേസമയം തിരഞ്ഞെടുപ്പ് റാലികളിൽ കോൺഗ്രസിനെതിരെ വലിയ വിമർശനങ്ങളാണ് മോദി ഉന്നയിക്കുന്നത്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഹിന്ദുക്കളെ രണ്ടാം തരം പൗരന്മാരാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. ബദർമാൻ, ദുർഗാപൂർ, കൃഷ്ണനഗർ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സന്ദേശ് ഖാലിയിൽ സ്ത്രീകൾക്കെതിരെ നിരവധി അതിക്രമങ്ങൾ നടന്നു. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന് രാജ്യം ആഗ്രഹിച്ചു. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് അവസാനം വരെ പ്രതികളെ സംരക്ഷിച്ചു. എന്തുകൊണ്ടാണ് ബംഗാളിൽ ഹിന്ദുക്കൾ രണ്ടാം തരം പൗരന്മാരായത്? ഹിന്ദുക്കളെ ഭാഗീരഥി നദിയിൽ എറിയുമെന്ന് തൃണമൂൽ MLA പ്രഖ്യാപിച്ചു. എന്തൊരു രാഷ്ട്രീയമാണിത്? തൃണമൂൽ കോൺഗ്രസിന് മനുഷ്യത്വത്തെക്കാൾ പ്രധാനം പ്രീണനമാണോ എന്നാണ് മോദിയുടെ ചോദ്യം. സന്ദേശ് ഖാലിയിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തു. ഈ ആയുധങ്ങൾ സംസ്ഥാനത്ത് ജനാധിപത്യം ശക്തിപ്പെടുത്താനാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. പ്രീണന രാഷ്ട്രീയം കാരണം തൃണമൂൽ കോൺഗ്രസ് പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുകയാണെന്നും കോൺഗ്രസും TMS-ഉം ഇടതു പാർട്ടികളും പ്രീണന രാഷ്ട്രീയത്തിൽ മാത്രമാണ് വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു.